ഷമ്മാശൻ ധീരനുമാം സഹദാ കഷ്ടത കൈക്കൊണ്ടു തന്മേൽ കല്ലുകൾ വർഷിച്ചു അതിനാൽ താൻ വിസ്മിതനായി സൗരഭ്യസമൻ സഹദായേ ശോഭയെഴും മോർ സ്തെഫാനോസ് ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശലോമോന്റെ സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം ഇപ്രകാരം ഓർപ്പിക്കുന്നു: നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. ഇപ്പോൾ ലോകമെമ്പാടും വിശുദ്ധനായ സ്തെഫാനോസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുകയാണ്. ഒട്ടനവധി ദേവാലയങ്ങൾ അദ്ദേഹത്തിന്റെ നാമത്തിലുണ്ട്. ഷമ്മാശനായിരുന്ന സ്തെഫാനോസ് ക്രിസ്തുവിനെ സാക്ഷിക്കുകയും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുകയും ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. അദ്ദേഹത്തെ കൊല്ലുവാൻ വഴി നോക്കിയിരുന്ന ജനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ കാഴ്ച പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിൽ കണ്ടു. അദ്ദേഹം അത് അവരോട് പറഞ്ഞു: ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവരെല്ലാവരും ഉറക്കെ നിലവിളിച്ചു, അവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിട്ട് ഈ വേദഭാഗം സാക്ഷിക്കുന്നു. മരണത്തിനോട് അടുക്കുന്ന ആ പ്രിയപ്പെട്ട ഷമ്മാശന്റെ വിശ്വാസത്തെ കണ്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നിരുന്ന യേശുതമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അനുഗ്രഹീത കാഴ്ചയാണ് വിശുദ്ധനായ സ്തെഫാനോസ് കണ്ടത്. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന്. പട്ടാളക്കാരുടെ വസ്ത്രം സൂക്ഷിച്ചിരുന്ന ശൗലെന്ന് പറയുന്ന യൗവനക്കാരൻ ഈ സ്തെഫാനോസിന്റെ മരണവും അദ്ദേഹത്തിന്റെ വിശ്വാസവും കണ്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അപ്പോസ്തലനായ പൗലോസായി തീർന്നതും ഈ അവസരം പ്രസ്താവ്യമത്രേ. ഈ സന്ധ്യ അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധനായ സ്തെഫാനോസ് സഹദായുടെ മധ്യസ്ഥതയിലുള്ള കുടശനാട് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ഇടവകയിൽ 3 വർഷക്കാലം വികാരിയായി അവിടെ താമസിച്ച് സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ബലഹീനായി എനിക്ക് ലഭിച്ചിരുന്നു. നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് സ്തെഫാനോസ് സഹദായിലുള്ള വിശ്വാസം, ദൈവം തമ്പുരാന്റെ സന്നിധിയിലുള്ളതായ അവരുടെ കണ്ണുനീരിൻ്റെയോടുകൂടിയ പ്രാർത്ഥന, അനേകർക്ക് ലഭിക്കുന്ന ശാന്തിയും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും രോഗസൗഖ്യങ്ങളുമൊക്കെ ഈ 3 വർഷക്കാലത്തിനുള്ളിൽ കാണുവാനുള്ളതായ ഭാഗ്യം ലഭിച്ചു. നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് മധ്യസ്ഥനായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന വിശുദ്ധനായ സ്തെഫാനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ സന്ധ്യ വിശുദ്ധനായ സ്തെഫാനോസിന്റെ മധ്യസ്ഥതയാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശുഭരാത്രി നേരുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.